ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. നമ്മുടെ ധ്യാനത്തിനാധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഐഷ്യ ചാപ്റ്റർ 37 വേഴ്സ് 17. യഹോവേ, ചെവിചായിച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്നു നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹെരീബിൻ്റെ വാക്ക് ഒക്കെയും കേൾക്കണമേ. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. ഈ പ്രാർത്ഥനയേക്കാൾ നമ്മുടെ എല്ലാം ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 38-ാം അധ്യായത്തിലെ പ്രാർത്ഥന. തൻ്റെ മരണദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം തനിക്കുണ്ടായപ്പോൾ ദൈവത്തോട് താൻ കരഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 38-ാം അധ്യായം. ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയും തൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രം 38-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ ഇവിടെ താൻ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കാരണം നിന്ദിപ്പാനായിട്ട് എഴുന്നേറ്റ് വന്ന ആളുകളോടുള്ള ബന്ധത്തിലാണ്. ആ പ്രത്യേക സന്ദർഭത്തിൽ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം താൻ എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ 16-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയൊന്ന് കൊണ്ടുപോകട്ടെ. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രയേലിൻ്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവം ആകുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഹിസ്കിയാവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഊന്നിപ്പറയുകയാണ്. ദൈവമേ, അങ്ങ് കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ഹിസ്കിയാവ് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. താൻ പറയുകയാണ്, അങ്ങ് മാത്രം ദൈവമാകുന്നു. അങ്ങാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഹിസ്കിയാവ് ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഉന്നതനും സർവശക്തനും സകലത്തെയും നിർമ്മിച്ചവനുമായ ദൈവത്തോടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ഇനി ആ പ്രാർത്ഥനയുടെ വാക്കുകളിലേക്കൊന്ന് വരാം. താൻ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള സൃഷ്ടിതാവായ ഈ ദൈവത്തെ നിന്ദിക്കുന്ന സൻഹെരീബിൻ്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ദൈവത്തെ നിന്ദിച്ചു കൊണ്ടിരിക്കുക. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറയുകയാണ്, യഹോവേ ചെവിചായിച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ഹിസ്കിയാവിൻ്റെ ആഗ്രഹം ദൈവത്തെ നിന്ദിക്കുന്ന, ഈ കെരൂബുകളുടെ മീതെ വസിക്കുന്ന, ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്ന, ഇവിടെ പറഞ്ഞിരിക്കുന്ന സൻഹെരീബിൻ്റെ വാക്ക് കേൾക്കണമേ, ആ നിന്ദ കേൾക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. യഹോവേ ചെവിചായിച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ഇതാണ് തൻ്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ. ഇവിടെ നിന്ന് മറ്റൊരു പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകട്ടെ ഈ പ്രഭാതത്തിൽ. എന്താണ് ആ പ്രാർത്ഥന? വാസ്തവത്തിൽ ഹിസ്കിയാവ് ആരോടാണോ പ്രാർത്ഥിച്ചത്, ആ ഉന്നതനായിരിക്കുന്ന ദൈവം കാൽവറിയിലെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി വേദന സഹിച്ച് മരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇവിടെ സൻഹെരീബിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്, ദൈവത്തെ നിന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ആക്ഷരികമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ കർത്താവിനെ നിന്ദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവ് ഉറക്കെ നിലവിളിക്കുകയാണ്. കർത്താവ് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്കും സ്വർഗം ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ഹിസ്കിയാവിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊക്കെ സ്വർഗം മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വർഗം കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ട്. സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 38-ാം അധ്യായത്തിലെ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന തൻ്റെ ആയുസ് ദീർഘിപ്പിച്ചു തരണം എന്നുള്ളതായിരുന്നെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം മറുപടിയായിട്ട് തൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുക്കുവാനിടയായിട്ട് തീർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ്റെ ക്രൂശിൽ കിടന്നുള്ള നിലവിളി, ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മൗനമായിട്ടിരുന്നു. എന്തേ കാരണം? ക്രൂശിൽ കിടന്ന് അതിവേദന അനുഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നവരും കടന്നു പോകുന്നവരും ഒരുപോലെ കർത്താവിനെ നോക്കി പരിഹസിക്കുകയായിരുന്നു. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ അവനെ കാണുന്നവരൊക്കെ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അതെ, നിന്ദിതനും നിസ്സാരനും നിസ്സഹായനുമായി നമ്മുടെ കർത്താവ് മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അവിടുന്ന് ആരായിരുന്നു? അവിടുന്ന് കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. എന്നാൽ അവിടുന്ന് എപ്രകാരമായിട്ട്
ഇടയാക്കി തീർന്നു. അവിടുന്ന് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട് നിന്നാപാത്രമായിട്ട് തീരുവാൻ ഇടയാക്കി തീർത്തു. അതേ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ ക്രൂശിലെ പരമയാഗത്താൽ അവിടുന്ന് നിലവിളിച്ചിട്ട് സ്വർഗം ഒരു ഉത്തരവും കൊടുത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ കഠോരതയായിരുന്നു അതിൻ്റെ കാരണം. നാം ദൈവത്തെ നിന്ദിക്കുന്നവരും ദൈവമില്ലാത്തവരും ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ മുഴുകി ജീവിതം നയിച്ചവരുമായിരുന്നു. ആ തലങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മെ അവിടെ നിന്നും ഉത്തരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി ദൈവപുത്രൻ ഈ വേദന അനുഭവിച്ചു. ദൈവപുത്രനെ സ്വർഗം കൈവിടുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ നിസ്സീമമായ സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ ഓർത്ത് എല്ലാ മഹത്വവും പ്രാണപ്രിയന്റെ പാദത്തിൽ അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ വലിയ നാമം മഹിമപ്പെടുമാറാകട്ടെ. ജീവന്റെ നാഥനാമേശുരാജ, ലോകത്തെ സൃഷ്ടിക്കും നാൾക്കു മുൻപേ എന്നെ നീ സ്നേഹിച്ച കാരുണ്യത്തെ ഓർത്തു ഞാൻ വന്ദനം ചെയ്തിടുന്നു. എന്നെ നീ സ്നേഹിച്ച കാരുണ്യത്തെ ഓർത്തു ഞാൻ വന്ദനം ചെയ്തിടുന്നു. ആദമ്യ പാപത്തിൻ ശാപം തീർപ്പാൻ പുത്രനെ ക്രൂശിൽ തകർത്ത സ്നേഹം ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ ഞാൻ യേശു